നമ്മൾ വ്യത്യസ്തമായ പല ജോലികളും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഇപ്പോഴുള്ള പുൽപ്പള്ളി ചീയമ്പം സ്വദേശി രഞ്ജു ചെയ്യുന്നത് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ജോലിയാണ്. അതായത് ആരോടും ഇണങ്ങാത്ത, മനുഷ്യരോട് ഇണങ്ങാത്ത, എല്ലാവരെയും കടിക്കുകയൊക്കെ ചെയ്യുന്ന ഡോഗിനെ, നായ്ക്കളെ ഇണക്കുക എന്നൊരു വെല്ലുവിളി, ഡോഗ് ചാലഞ്ച് എന്നാണ് രഞ്ജു ആ ജോലിനെ വിളിക്കുന്നത്. അഗ്രസീവായ ഡോഗുകളില്ലേ, അഗ്രസീവായ ഡോഗുകളോട് ചങ്ങാത്തം കൂടുക, അതായിരുന്നു എൻ്റെ ഒരു ഹോബി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് അഗ്രസീവായ ഡോഗിനെ പരിചയപ്പെടുത്താം എന്നൊരു ലെവലിലേക്ക് നമ്മൾ ആലോചിച്ചു. ഇതൊരു ചലഞ്ച് കിട്ടിയൊരു ഡോഗാണെങ്കിൽ ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മുതൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. കുറേ കടി കിട്ടിയിട്ടുണ്ട് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ 80 ഡോഗിൻ്റെ അടുത്ത് പോയതിൽ 3 ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഡോഗാണ് നമ്മളെ കടിക്കണം എന്ന ലെവലിൽ കടിച്ചിട്ടുള്ളൂ. ആക്രമിക്കണം, എന്തായാലും നിന്നെ ഞാൻ കടിച്ചിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ചെറിയ ചെറിയ ഫാൾട്ടുകൾ അത് കടിയായിട്ട് മാറി. ചലഞ്ച് എന്ന് പറയുമ്പോൾ പൊതുവെ ഈ ഡോഗിൻ്റെ ഓണർമാർ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണോ ചെയ്യുന്നത്? അതെ, നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ചലഞ്ച് വീഡിയോ ഇട്ടു. ഒരു സ്പിറ്റ്സ്, പൂച്ചപ്പട്ടിയുടെ ആയിരുന്നു നമ്മുടെ സ്പിറ്റ്സ് എന്ന് പറയുന്നത്, സ്പിറ്റ്സ്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. എവിടെയൊക്കെ പോയിട്ടുണ്ട്? കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത ദിവസം ഞാൻ ഇപ്പോൾ സാറ് വിളിച്ച് പറഞ്ഞു ഒരു കടി കിട്ടിയ കേസ്, ലാസ്റ്റ് കടി കിട്ടിയത്. അതേ കയ്യിലൊക്കെ ഇവിടെ പാടൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ പാടാണ്, ഫുള്ള് പാടുകളാണ്. അത് എനിക്ക് തോന്നുന്ന 2 ആഴ്ചയായിട്ടുള്ളൂ ഈ കളി കിട്ടിയിട്ട്. അത് നമ്മൾ രാജപാളയത്ത് പോയതാണ്. ഇപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു. ഇന്ന് പറഞ്ഞാൽ ഡോഗിനോട് നമ്മൾ വർത്തമാനം പറഞ്ഞ ടൈമുണ്ട്. ആ ടൈമിൽ ഡോഗ് നമ്മളോട് കൂടുതൽ അഗ്രസീവായിട്ട് അവർ കാണിക്കും. അവരുടെ ഒരു ആധിപത്യം നമ്മളെ പിന്നെ അടിച്ചേൽപ്പിക്കാൻ ഡോഗ് നോക്കും. നമ്മൾ വഴങ്ങില്ല എന്ന് കാണുമ്പോഴാണ് അവർ നമ്മളോട് വഴങ്ങുന്നത്. എനിക്ക് 100% ഡോഗ് മറ്റുള്ളവരെ കടിക്കുമെന്ന് ഉറപ്പുള്ള ഡോഗിനെ മാത്രമേ ഞാൻ ചലഞ്ച് സ്വീകരിക്കാറുള്ളൂ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ഒരു കങ്കലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. കാരണം എന്നെക്കാളും സൈസും തടിയുള്ള ഡോഗാണ്. അതൊക്കെ നമ്മളെ കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓണർ പിടിച്ചാലും നിൽക്കില്ല. അവരൊരു ഡിസിഷൻ മേക്കുള്ള ഡോഗാണ്. ധൈര്യം എവിടുന്ന ഇത്രേ ഉള്ളൂ. ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ ഉള്ള സീനില്ലേ, അത് മുതൽ കിട്ടുന്ന ആ 10-15 സെക്കൻഡാണ് നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട്. കാരണം അപ്പം നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കൊണ്ട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ കഴിച്ചിലായി കിട്ടും. ഇനിയിപ്പോൾ എവിടെ വിദേശത്ത് പോകുന്ന കാര്യം പറഞ്ഞു? അത് അർമേനിയക്കാണ് നമുക്ക് പോകേണ്ടത്. അല്ല, അർമേനിയൻ ഗാംബർ എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. അത് ഏകദേശം 10 ഡോഗിനെ ഫൈറ്റ് ചെയ്ത് കൊന്ന് ചാമ്പ്യനായത്. അവിടെ അവർ ലോഗ് ഫൈറ്റ് ഉണ്ട്, ലീഗലല്ല, പക്ഷെ അവിടെ ചെയ്യാം. അപ്പം കേരളത്തിലെ ചലഞ്ചൊക്കെ കഴിഞ്ഞ് രഞ്ജു അർമേനിയയിലേക്ക് പോകാൻ പോവുകയാണ് വലിയൊരു ഡോഗിനെ മെരുക്കാൻ വേണ്ടിയിട്ട്. വളരെ അപകടം പിടിച്ച ഒരു ചലഞ്ചാണ്. എന്തായാലും ഇനിയും അതുമായിട്ട് തുടരാൻ തന്നെ വളരെ പാഷനോടെ മുന്നോട്ട് പോവുകയാണ് രഞ്ജു. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.